നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ ഇഷ്ടമുള്ളവർ കാണുകയും അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ഹൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കയറി പോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മൾ കാണുന്ന നിധി തുണിയൊക്കെ വെച്ചിട്ടുണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്നത്. അപ്പോഴേക്കും നികേഷ് ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, നിധിയടുത്തി, അതെ നിധിയടുത്തിയുടെ ഏട്ടത്തിയമ്മയെ വിളിക്കണേന്ന് പറഞ്ഞു. അതെ സാന്ദ്രേച്ചിയോ? അതേന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കൊണ്ടേ കൊടുത്തു. പറഞ്ഞു സാന്ദ്രേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കണം. അതെ ഞാനിവിടെ ട്രിവാൻഡ്രത്ത് വരെ വന്നപ്പോൾ നിന്നെ വിളിച്ചാന്ന് പറഞ്ഞു. ട്രിവാൻഡ്രത്തോ? എന്തിനാ? അതൊരു ആവശ്യമായിട്ട് വന്നതാ. ആ സമയത്ത് നിന്നെ ഒന്ന് വിളിച്ചാന്ന് പറഞ്ഞു. എനിക്ക് നിന്നെ കാണണമെന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എവിടേക്കാന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാം. അത് വേണ്ട, നീ ലൊക്കേഷൻ അയച്ചാൽ മതി, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി ഒന്ന് ഞെട്ടി. അത് വേണ്ട, അത് സാന്ദ്രേച്ചിക്ക് ബുദ്ധിമുട്ടാവത്തില്ലേ, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. വേണ്ട നിധി, ഞാനിപ്പോൾ വണ്ടിയെ വന്നുകൊണ്ടിരിക്കുമല്ലേ, ലൊക്കേഷൻ അയച്ചു തന്നാൽ മാത്രം മതി, ഞാൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ നിധിക്ക് ലൊക്കേഷൻ അയച്ചു കൊടുക്കേണ്ടി വന്നു. നിധിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു സാന്ദ്രയെ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട്. അപ്പോഴേക്കും നികേഷ് വന്നിട്ട് ചോദിച്ചു, അല്ല എന്ത് പറഞ്ഞു ഏട്ടത്തിയമ്മയെന്ന് ചോദിച്ചു. അത് നിധി അടുത്ത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്, അല്ല സാന്ദ്ര അടുത്ത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. ഇവിടേക്കോ? അതെ, ഇവിടം വരെ വന്നപ്പോൾ കണ്ട് എന്നെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയതാ. അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അല്ല വന്നിട്ട് പോട്ടെ, ഇപ്പം എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്യാം, വീടൊന്നും തൂത്തുടച്ച് വൃത്തിയാക്കിയിട്ടില്ലോ, ഞാൻ തൂത്തുടയ്ക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, പോയി ജ്യൂസ് എന്തെങ്കിലും വാങ്ങിച്ചുണ്ടോ, അപ്പോഴത്തേനും ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയം നികേഷ് പുറത്തേക്ക് വന്നു തുടങ്ങിയപ്പോൾ നിധി പൈസ എടുത്ത് കൊടുക്കണം. വേണ്ട, അതെ ഇത് വെച്ചോടാന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച കയ്യിലേക്ക് കൊടുത്തു. പെട്ടെന്ന് തന്നെ നികേഷ് പോവുകയും ചെയ്തു. ആ സമയത്ത് നിധി അവിടെ എല്ലാം പെട്ടെന്ന് അടിച്ചു വാരുമൊക്കെ ചെയ്യണം, വൃത്തിയാക്കണം. അപ്പോഴേക്കും നികേഷും കൂടെ വന്നു. നികേഷും കൂടെ തൂക്കാനൊക്കെ കൂടി. അങ്ങനെ രണ്ടുപേരും കൂടെ തുടച്ച് വൃത്തിയാക്കി എല്ലാം ക്ലീനാക്കി. അങ്ങനെ ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നികേഷ് എന്ത് ചെയ്തു, സുധീഷിനെയൊക്കെ വിളിക്കണം. സുധീഷിനെ മാത്രമല്ല ഹരീഷിനെ അതോടൊപ്പം തന്നെ സുഭാഷിനെയൊക്കെ വിളിച്ചു പറഞ്ഞു, നിധി അടുത്തിടെ ചേച്ചി വരുന്നുണ്ടെന്നുള്ള കാര്യം, ചേട്ടൻ്റെ ഭാര്യ വരുന്നുണ്ടെന്ന്. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര വെപ്രാളമായിരുന്നു. എന്തിനാ ഏതാണെന്നും അറിയത്തില്ല, പെട്ടെന്ന് വരുന്നേ, കാര്യമൊന്നും അറിയത്തില്ല. ഇവിടം വരെ വന്നപ്പോൾ നിധി അടുത്തിടെ കാണാനാന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ അവരോടൊക്കെ പറഞ്ഞ് ഇച്ചിരി സമയം കഴിഞ്ഞപ്പോൾ സുധീഷ് അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോൾ സുധീഷ് വന്നു കഴിഞ്ഞപ്പോൾ നിധി ചോദിച്ചു, ഇതെന്താ സുധീഷേ നേരത്തെ വന്നേ? അതെ ഇവൻ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നിധിയുടെ ഏടത്തിയമ്മ വരുവാന്ന്, അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങോട്ട് നേരത്തെ പോന്നാന്ന് പറഞ്ഞു. ഇത് കുറച്ച് സ്നാക്സും അതുപോലെ ജ്യൂസൊക്കെയാന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ നികേഷിനെ വിട്ട് പേടിപ്പിച്ചായിരുന്നു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു സുധീഷേന്ന് പറഞ്ഞു. സാരമില്ല ഇരിക്കട്ടെ, ഇനിയിപ്പോൾ അവർ കുടിച്ചില്ലെങ്കിൽ നമ്മൾ ഇത്രയും പരിപാടി ഉണ്ടല്ലോ, നമുക്ക് കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇത് കൊണ്ടേ വെക്കാൻ പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സാന്ദ്ര അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ സാന്ദ്രയുടെ കാറ് വന്നു കഴിഞ്ഞപ്പോൾ നിധി സുധീഷും നികേഷും ഒക്കെ കൊണ്ട് ഇറങ്ങിച്ചെന്നു. സാന്ദ്ര കാറിൽ നിന്ന് ഇറങ്ങി ചുറ്റുമൊക്കെ നോക്കുകയാണ്. അങ്ങനെ മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ടപ്പം നിധി എന്നിട്ട് ചോദിച്ചു, എന്താ ഏട്ടത്തി എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, വരണില്ലേന്ന് ചോദിച്ചു. വരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് അവിടെ എല്ലാം നോക്കൂ, ഇതാണോ വീടെന്നുള്ള ചിന്താഗതിയായിരുന്നു. പിന്നീട് നിധിയോട് ചോദിച്ചു, ഇതാണോ വീട്? അതേന്ന് പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റില്ല സാന്ദ്രയ്ക്ക്, ഇങ്ങനത്തെ ഒരു വീട്ടിലാണോ നിധി താമസിക്കുന്നതെന്നൊരു ചിന്ത. അവിടെയൊക്കെ നോക്കുകയാണ്, എല്ലാം ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം സാന്ദ്ര നോക്കുന്നുണ്ടപ്പം നികേഷിനാകപ്പാട് ടെൻഷനായി. നികേഷ് പറഞ്ഞു, അതെ ഇത് പഴയ മോഡലുള്ള വീടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി ഒന്ന് നോക്കി സാന്ദ്ര ഒന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും നിധി പറഞ്ഞു, സാന്ദ്രേച്ചി ഇവിടെ വന്നിട്ട് നിൽക്കണം, കയറി അകത്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ച് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ അകത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അകത്തെല്ലാം ഇങ്ങനെ നോക്കുവാണ്, ഹാളിലത്തൊക്കെ നോക്കുകയാണ്. അപ്പം ചുവരെല്ലാം ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. നേരെ ചൊവ്വ ഒരു കസേര പോലും ഇല്ല, നല്ല കസേരയും കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ ഇങ്ങനെ സാന്ദ്ര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിധിക്കാണെങ്കിൽ നല്ല ടെൻഷനാകാൻ തുടങ്ങി. പിന്നീട് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് സുധീഷ്, ജ്യൂസ് കുടിക്കാൻ പറഞ്ഞിട്ട്. അപ്പോഴേക്കും കുടിച്ചോളാന്നൊക്കെ പറഞ്ഞിട്ട് അത് കൈ മേടിച്ച് വെച്ചോണ്ടിരിക്കുക, കുടിച്ചിട്ടൊന്നുമില്ല. അതവിടെ വെച്ചോണ്ടിരുന്നിട്ട് നിധിയോട് ചോദിച്ചു, അല്ല ഇവിടെ ബാത്റൂമില്ല, ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനെന്താ വരാൻ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് നിധി സാന്ദ്രയും കൂട്ടിക്കൊണ്ട് പോണ സമയത്ത് നികേഷിനോട് സുധീഷ് ചോദിച്ചു, എടാ ബാത്റൂമൊക്കെ ക്ലീൻ ആണോ? അയ്യോ ആ കാര്യം ഞാൻ മറന്നുപോയി, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബാത്റൂം ക്ലീൻ ആക്കുന്ന കാര്യം മറന്നുപോയി. ഇനിയിപ്പം നിധിയടുത്ത് എങ്ങനെ ക്ലീൻ ചെയ്തോന്ന് അറിയത്തില്ല. എടാ അതൊക്കെ നോക്കണ്ടായിരുന്നു ആദ്യം, പക്ഷെ ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു. ആ സമയത്ത് നിധി സാന്ദ്രയും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് ബാത്റൂം കാണിച്ചു കൊടുക്കണം. ഇതാ കയറിക്കോളാൻ പറഞ്ഞു. സാന്ദ്ര അകത്തേക്ക് അങ്ങോട്ട് കയറി. അകത്ത് കയറിയിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഭാസ്കറിൻ്റെ കുറച്ച് ഷർട്ടും
ഭാസ്കരൻ കുളിച്ചിട്ടിട്ട് പോയ സർവ്വ സാധനങ്ങളും അതിനകത്തുണ്ടായിരുന്നു. വേറെ സഹിതം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. കാരണം ഭാസ്കരൻ കയറിയിട്ട് നേരാവണ്ണം വെള്ളമൊന്നും ഒഴിക്കാതെ ഇറങ്ങിപ്പോത്തുള്ളൂ. കയറി ഇവിടെ തന്നെ പുറത്തേക്ക് ഇറങ്ങുവാണ്. സാന്ദ്ര ഛർദ്ദിക്കാൻ വന്നിട്ട് ഓക്കാനിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വാ പൊത്തുവാണ്. അപ്പോഴേക്കും നിധി ചോദിച്ചു, എന്താ? ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും നിധിക്ക് കാര്യം മനസ്സിലായി. നിധി പെട്ടെന്ന് പറഞ്ഞു, സാന്ദ്രിച്ച് 1 മിനിറ്റ്, ഞാനേ ബാത്റൂം ക്ലീൻ ആക്കാൻ മറന്നു, ഇപ്പം തന്നെ ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷും സുധീഷും ഓടി വന്നു. സുധീഷ് വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ ക്ലീൻ ആയിക്കോളാം, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളാൻ പറയണം, ഇപ്പം ക്ലീൻ ആക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷ് കയറി നോക്കി. സുധീഷിനുമാണ് എന്തോ പോലെ കാരണം ഭാസ്കരൻ കേട്ട് നേരെ ചെയ്യുമ്പോൾ വെള്ളം പോലും ഒഴിച്ചിട്ടില്ല, തുണിയൊക്കെ അവിടെ കിടക്കുന്നു. സുധീഷ് പെട്ടെന്ന് തന്നെ അവിടെല്ലാം ക്ലീൻ ചെയ്യുവാണ്. എന്നിട്ട് തുണിയൊക്കെ വാരി മാറ്റി. അതിനുശേഷം പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇനി കയറിക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്ക് സാന്ദ്ര പറഞ്ഞു, വേണ്ട. നിധി പറഞ്ഞു, കയറിക്കോ സാന്ദ്രേച്ചെന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ കയറുന്നില്ല, എനിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. കയറിക്കോ, ഇപ്പം ഞാൻ ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞു. സാരമില്ലാന്ന് പറഞ്ഞിട്ട് സാന്ദ്ര ഇങ്ങോട്ട് പോന്നു. സാന്ദ്രയ്ക്ക് പിന്നെ കയറാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ ഹാളി വന്നിരുന്നു. ആ സമയത്ത് നികേഷ് സുധീഷിനോട് ചോദിച്ചു, സുധീഷ് ചേട്ടാ ഭയങ്കര വൃത്തികേടായിരുന്നു എന്ന് ചോദിച്ചു. ഒന്നും പറയണ്ട, അച്ഛനായിരുന്നു തോന്നുന്നു അവസാനം കയറിയെന്ന് പറഞ്ഞു. അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഈ അച്ഛൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല, മനുഷ്യനെ നാണം കിടത്താനായിട്ട് എന്നൊക്കെ നികേഷ് പറയാണ്. ആ സമയം ഹാളി വന്നിരിക്കുന്ന സാന്ദ്ര ആകെപ്പാടെ അസ്വസ്ഥയായിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നിധി ചോദിച്ചു, വീട്ടിലെല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. സുഖമായിട്ടിരിക്കണം എന്ന് പറഞ്ഞു. എന്തേ അല്ല സാന്ദ്രേച്ചി എന്താ ജ്യൂസ് കുടിക്കാത്ത? ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുധീഷ് വന്നിട്ട് പറഞ്ഞു, സോറി കേട്ടോ, ബാത്റൂം എങ്ങനെയായത്, ഇപ്പോൾ വേണേൽ പോയിക്കോളാൻ പറഞ്ഞു. സാരില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മുറിയിലേക്ക് വാ, എൻ്റെ മുറി കണ്ടിട്ടില്ല, ബാ അവിടെ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്രയെ കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് ചെന്നു. അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ സാന്ദ്ര കരയുവേണം. അപ്പോഴേക്കും നിധി ചോദിച്ചു, എന്താ സാന്ദ്രച്ച് കരയണേ? എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല നിധി, നീ ഇങ്ങനൊരു വീട്ടിലാണോ കഴിയണേ? അത് പിന്നെ ബാത്റൂം ഒന്ന് ക്ലീൻ ആക്കാൻ പറ്റിയില്ല, അത് ഞാൻ മറന്നു പോയതാന്ന് പറഞ്ഞു. നീ ബാത്റൂം ക്ലീൻ ആക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നേ, അതാണോ നിൻ്റെ ഇവിടുത്തെ ജോലിയെന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് നിന്നെ ഓർത്തിട്ട്, നീ എങ്ങനെ കഴിഞ്ഞ പെണ്ണാ? വീട്ടിൽ ജോലിക്കാർ ഒന്നും ചെയ്യണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് ഈ വീട് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ സഹിച്ച് കിടക്കണേ? ഒരു കാര്യം ചെയ്യുക, നീ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, വേണ്ട സാന്ദ്രേച്ചി, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ എനിക്കിങ്ങനെ ഇവിടെ കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് സുഭാഷ് വരുന്നത്, പണിസ്ഥലത്തുനിന്ന് വരുന്നതാണ്. നികേഷ് വിളിച്ച് പറഞ്ഞുകൊണ്ട് സുഭാഷും കുറച്ച് സീഡ്സൊക്കെ വാങ്ങിച്ചോണ്ടാണ് വരുന്നത്. പിന്നീട് ചോദിച്ചു, എന്തിയാടാ? നിധിയുടെ ചേച്ചി വന്നെന്ന് പറഞ്ഞിട്ട് അവർ മുറി സംസാരിച്ചുകൊണ്ടിരിക്കുക. എങ്കിലേ ഈ സീഡ്സൊക്കെ എടുത്ത് കൊടുക്കുക, നീ വരാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരുടെ മുറിയിലേക്ക് എല്ലുവാണ്. ആ സമയം സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർ രണ്ടുപേരും കൂടെ, സുഭാഷ് ഒരു സോറി കേട്ടോ, നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി വന്നുകൊണ്ട്. നികേഷ് ഒരു പ്ലേറ്റ് കൊണ്ടുവന്നു. പെട്ടെന്ന് തൻ്റെ തോളത്ത് കിടക്കുന്ന തോർത്തെടുത്ത് സുഭാഷ് ആ പ്ലേറ്റൊക്കെ ഒന്ന് തുടയ്ക്കണം. അത് കണ്ടപ്പോൾ സാന്ദ്ര ഇങ്ങനെ നോക്കി വന്ന്. സാന്ദ്രയ്ക്കാണ് വല്ലാത്തൊരു അറപ്പൊക്കെ തോന്നി. കാരണം തോളത്ത് കിടക്കുന്ന തോർത്തെടുത്ത് തൂത്തു എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ. പിന്നീട് അതിനകത്തേക്ക് കുറച്ച് സീഡ്സൊക്കെ എടുത്ത് വെക്കുകയാണ്. ആ സമയം നികേഷിനോട് പറഞ്ഞു, എടാ ബിസ്ക്കറ്റോടെ പൊട്ടിച്ചു വെക്കാൻ പറഞ്ഞു. നികേഷ് എന്ത് ചെയ്തു? പെട്ടെന്ന് അതിനെ കൈ കൊണ്ട് പൊടിച്ചിട്ട് മാറുന്നില്ലാത്തതുകൊണ്ട് കടിച്ചതങ്ങനെ പൊട്ടിക്കുകയാണ് ആ ബിസ്ക്കറ്റിൻ്റെ കവറ്. കുറച്ച് ബിസ്ക്കറ്റ് എടുത്തങ്ങോട്ട് വെച്ചു. പിന്നീട് സാന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. സാന്ദ്ര അത് മേടിച്ചു. സാന്ദ്രയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ. അവരുടെ വീട്ടിൽ അങ്ങനെയൊന്നും അല്ലല്ലോ, ഭയങ്കര ഹൈജീൻ ആയിട്ടാണല്ലോ, ഇതിപ്പോൾ അവർക്ക് വൃത്തിയില്ല ചെയ്യുന്നു എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ. ഇതെന്ന് പറയുമ്പോൾ സാധാരണക്കാരല്ലേ, ആ രീതിക്കല്ലേ വരുള്ളൂ, സാധാരണ വീട്ടിൽ എല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെയാണ് അവരും ചെയ്തത്. പിന്നീട് സുഭാഷോട് നിങ്ങൾ കഴിച്ച് സംസാരിച്ചിരിക്കുക, ഞങ്ങൾ പുറത്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും നിധി പറഞ്ഞു, സാന്ദ്രേച്ചി എന്താ കഴിക്കാത്തേ? സാന്ദ്ര പെട്ടെന്ന് ആ പാത്രം താഴേക്ക് വെച്ചു. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ? അതെ, പറയുന്നുണ്ടെന്ന് തോന്നരുത്, എനിക്ക് വേണ്ട, എനിക്ക് ഈ വീട്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു. നീ എങ്ങനെ ഇവിടെ കഴിയുന്നു? 1 മണിക്കൂർ പോലും എനിക്ക് തേച്ച് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല നിധി, പിന്നെ നീ മാസങ്ങളായിട്ട് ഇവിടെ കഴിയുന്നു പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അതൊന്നും സാരമില്ല, എനിക്കൊന്നും പ്രശ്നമില്ല, എനിക്കിപ്പോൾ ഇതൊക്കെ ഓക്കെ ആയെന്ന് പറഞ്ഞു. ആദ്യം വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല നീ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ സാന്ദ്ര പറയണം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് സാന്ദ്ര പോവാനായിട്ട് അങ്ങോട്ടേക്ക് വന്നു. ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് എല്ലാവരുടെയും യാത്രയൊക്കെ പറയണം. അപ്പോഴേക്കും സുഭാഷോട് കുറച്ച് കഴിഞ്ഞിട്ട് പോയപ്പോരെ ഞാൻ ചിക്കൻ മേടിക്കാനായിട്ട് ഹരീഷിനോട് പറഞ്ഞിട്ടുണ്ട്, ഹരീഷ് ചിക്കൻ മേടിച്ചുകൊണ്ട് വരും, ആഹാരം ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം, ആർക്കും അറിയത്തില്ലാതെയാണ് വന്നിരിക്കുന്നത്, പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ ഇറങ്ങുന്ന സമയത്ത് സാന്ദ്ര സുധീഷിനെ വിളിക്കണം. അപ്പോഴേ സുധീഷ് നിധിയെ നോക്കി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ആ സമയം നികേഷിനോട് സുഭാഷ് എന്തിനടാ വിളിക്കണേ അറിയില്ല എന്ന് പറഞ്ഞു. സുധീഷ് അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേന് സാന്ദ്ര പറഞ്ഞു, സുധീഷിനറിയാലോ ഈ കല്യാണം നടന്നെങ്ങനെയാന്ന്, എന്നോട് നിധി എല്ലാം പറഞ്ഞിട്ടുണ്ട്,
ഇനിയെങ്കിലും അവളെ ഇവിടെ പിടിച്ചു വെക്കരുത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്. അവൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ കഴിയണേ? നിങ്ങളുടെ വിവാഹം നടന്നത് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറയണേ. ഇതിന് മാത്രം അവളുടെ തലയിൽ എന്താ? കാരണം അവളുടെ തലയിലെടുത്ത് ഇതൊന്നും അല്ല, ഇങ്ങനൊരു വീട്ടിൽ വന്ന് കഴിയണമെന്നുമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു. എന്താ സാന്ദ്രേച്ചിന്ന് ചോദിച്ചു. അതെ, നീ ഇനി അധികം നിൽക്കണ്ട, ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നീ ഈ വീട് വിട്ട് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് സാന്ദ്ര എന്ന് കാറിലേക്ക് കയറുന്നേ. ആ സമയം നിധിക്ക് ഭയങ്കര വിഷമമായി. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ സുധീഷിനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒന്നിനും കൊള്ളത്തില്ല എന്നൊരു രീതിയിലൊക്കെ സംസാരിച്ചിട്ടാണ് സാന്ദ്ര അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അന്ന് രാത്രിയിൽ സുധീഷ്, സുഭാഷും ഹരീഷ് എല്ലാവരും കിടക്കണം. അപ്പോൾ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് സുധീഷ് പറഞ്ഞു, ശരിക്കും ഇന്ന് നിധിയുടെ എടുത്തിയപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും നാണം കെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷ് ചോദിച്ചു, അതെന്താ? അല്ല, അവരാ ബാത്റൂമിൽ കയറിയിട്ടെ കാണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. ബാത്റൂമിൽ കയറിട്ടോ? എന്നിട്ട് നീ എന്ത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ അപ്പോൾ പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. എന്താടാ ബാത്റൂം നീ ഒന്നും ക്ലീൻ ആക്കിയില്ലെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അതെ ക്ലീൻ ആക്കുന്ന കാര്യം മറന്നുപോയായിരുന്നു പറഞ്ഞു. എൻ്റെ ദൈവമേ, നിന്നോടൊക്കെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ അച്ഛൻ കയറിയിട്ട് ഇറങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നെ വരുന്ന ധൃതിയിൽ ഞാനും നിധിയടുത്തേയും കൂടെ വീടൊക്കെ ക്ലീൻ ആക്കി, പക്ഷെ ബാത്റൂമിൻ്റെ കാര്യം മറന്നുപോയായിരുന്നു പറഞ്ഞു. ആ സമയത്ത് സുധീഷ് പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? അവർ പോകുന്ന സമയത്ത് എന്നെ വിളിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അവരെയും തെറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ന്യായമായിട്ടുള്ള കാര്യമാണ്. നിധി അവിടെ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലോ, എനിക്കറിയാം. അവളുടെ വീട്ടിൽ 5-8 വേലക്കാരുണ്ട്. ബാത്റൂം കഴുകാൻ തനിച്ചുണ്ട്. കാരണം അവൾക്കൊക്കെ നല്ല വീടും കാര്യങ്ങളൊക്കെയാണ്. അവളങ്ങനെ അതുപോലെ കൈയിട്ടിരുന്നാൽ മാത്രം മതി. പക്ഷെ ഇവിടെ വന്നിട്ട് അവളെ ജോലികളൊക്കെ ചെയ്യുന്നത് അതുപോലെ നല്ല സുഖത്തിൽ സൗകര്യത്തിലിരുന്ന അവൾ. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ആയത് എനിക്ക് പോലും ചില സമയത്ത് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരീഷ് പറഞ്ഞു, നമ്മളെല്ലാവരും പറയായിരുന്നു ഇവിടെ ഇരിക്കണം, നിധിയടുത്ത് ഒരിടത്തേക്കും പോകല്ലെന്ന്. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് പോകുന്നതായിരുന്നു നല്ലതെന്ന്. പാവം, അതെന്തിനാ ഇവിടെ ഈ കഷ്ടപ്പാട് സഹിച്ച് ഇവിടെ കിടക്കണേ? അതിൻ്റെ ആവശ്യം എന്തായിരിക്കണേ? ഒരു നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്നല്ലേ, അപ്പം അതുകൊണ്ടത് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, നീ ആൾ കൊള്ളാലോടാ, എൻ്റെ ഭാര്യ എവിടുന്ന് പറഞ്ഞു വിടാൻ നിനക്ക് ധൃതിയില്ലേ? അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, അങ്ങനെയാണോടാ ഞാൻ പറഞ്ഞത്? നിധിയടുത്ത് ഇവിടെ അനുഭവിക്കുന്ന കഷ്ടതകൾ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ നിധിയടുത്ത സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇവിടെ നിൽക്കുമോ? പിറ്റേ ദിവസം തന്നെ പോവും. അത്രയും വലിയ സുഖ സൗകര്യത്തിൽ നിന്ന് വന്ന ഒരാളാ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെയൊക്കെ അനുഭവിക്കാന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും സുഭാഷോടും ശരിയാ. നമ്മൾ ഈ പറയുന്ന നിധിയുടെ ഏടത്തിയമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളാണെന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് പെങ്ങളില്ലാത്തതുകൊണ്ടല്ലേ, നമുക്കൊരു പെങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇത്ര നല്ല ഉയർന്ന രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നെങ്കിൽ ആ പെങ്ങൾക്ക് ഇങ്ങനെ ഒരു കഷ്ടകാലം വന്നു കഴിയുമ്പോൾ നമുക്ക് സഹിക്കുമോ? നമുക്ക് സങ്കടം ആവില്ലേന്ന് ചോദിച്ചോ. അപ്പം അതുപോലെ തന്നെ അവർക്കും. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ രാവിലെ പല്ല് തേക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. പല്ല് തേക്കാൻ വേണ്ടി പുറത്ത് പോയി നിൽക്കുകയാണ് സുധീഷ്. ആ സമയത്ത് സുഭാഷും ഹരീഷും ഒക്കെ അങ്ങോട്ട് വന്നു. നികേഷും ബ്രഷ് ചെയ്യാനായിട്ട് വന്നു. അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് പേസ്റ്റ് എടുക്കാൻ നോക്കുകയാണ് സുധീഷ്. പക്ഷെ പേസ്റ്റ് വരുന്നില്ല. പേസ്റ്റ് തീർന്നിട്ട് അതിൻ്റെ അറ്റത്തങ്ങോട്ട് ഇത്തിരി മാത്രമേ ഉള്ളൂ. അമ്മാതിരി അത് ഞെക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, അതെ എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്ത്? ഇങ്ങനെയൊന്നും പോരാ, ഇങ്ങനെയൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല. എന്താ ഇത് കണ്ടില്ലേ, എൻ്റെ കയ്യിലിരിക്കുന്ന ബ്രഷ് ഇതുവരെ തേഞ്ഞെടുത്തിട്ട് നാളായി, ഇത് കളയേണ്ട സമയം പണ്ടേ കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, എന്താടാ നീ പറയണേ? അത് കുറച്ചുകൂടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ചുകൂടി ഉപയോഗിക്കാൻ പോലും. അല്ല നീ എന്താ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. അതെ, എൻ്റെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ ആ ബാത്റൂമിൻ്റെ കാര്യത്തിൽ, ശരിക്കും ആണുങ്ങൾ പോകുന്ന ബാത്റൂമിൽ പെണ്ണുങ്ങൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു ബാത്റൂം നമുക്ക് തനിച്ച് പണിയണമെന്ന് പറഞ്ഞു. തനിച്ച് പണിയാനാ? അതെ, പുറത്ത് പണിതാൽ മതി, നിധിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട്. ശരിയല്ല സുഭാഷ് ഏട്ടാന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, പണിയുന്നതിനൊന്നും കുഴപ്പമില്ല, സുഭാഷ് ഏട്ടൻ മേസ്തിരിയാണ്, പക്ഷെ അതിന് പണം ആര് മുടക്കും? അപ്പോഴേക്കും സുധീഷ് പറഞ്ഞു, ഞാൻ മുടക്കിക്കൊള്ളാന്ന് പറഞ്ഞു. നടന്നത് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷ് കളിയാക്കി ചിരിക്കുകയാണ്. സുധീഷ് പറഞ്ഞു, അത്രയ്ക്ക് എന്നെ കളിയാക്കുമൊന്നും വേണ്ട, എനിക്കറിയാം പൈസ മുടക്കാനായിട്ട് എത്ര രൂപ വേണമെങ്കിലും ഞാൻ മുടക്കിക്കോളാം, പക്ഷേ നല്ലൊരു ബാത്റൂം വേണം. ഇനി ആര് വന്നാലും ഇങ്ങനെ വായും പൊത്തിക്കൊണ്ട് ഓടരുത്, അത് നിധി മാത്രം ഉപയോഗിക്കുന്ന ബാത്റൂം ആയിരിക്കണം എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ സുഭാഷിനും തോന്നി നല്ല കാര്യമാണ്. പക്ഷെ കുറച്ച് പണച്ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അവർ ഗഹനമായി ആലോചിക്കുന്നുണ്ട് എല്ലാവരും കൂടെ ചേർന്നിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.